നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ 2026-27 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ കൂറ്റനാട് സംഗമം ഓഡിറ്റോറിയത്തിൽ ബഹുമാനപ്പെട്ട ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ TV അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് KT മോഹൻദാസ് പദ്ധതി രേഖ MLA-യിൽ നിന്നും ഏറ്റുവാങ്ങി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന T. കരട് പദ്ധതി അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP സുലൈഖ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വെളിയന്തടം മോഹൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ O. രാജൻ മാസ്റ്റർ, വാർഡ് മെമ്പർ മുസ്തഫ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി VA തോമസ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജി TR തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കരട് പദ്ധതി രേഖയിന്മേൽ ഗ്രൂപ്പ് തല ചർച്ചയും നടന്നു. അങ്ങനെയാണ് ഈ പ്രക്രിയയുടെ ഭാഗമായി സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ കേന്ദ്രീകരിച്ചിരുന്ന പ്രവർത്തന പദ്ധതികൾ, പരിപാടികൾ, ആസൂത്രണ പ്രക്രിയയുടെ ഭാഗമായുള്ള കാര്യങ്ങളൊക്കെ താഴെ തലങ്ങളിലേക്ക് വിട്ടു നൽകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് ആരോഗ്യ ആശുപത്രി, സബ് സെന്റർ, കമ്മ്യൂണിറ്റി സെന്റർ, മറ്റ് പ്രൈമറി ഹെൽത്ത് സെന്റർ, അങ്ങനെ ആശുപത്രികൾ അതൊക്കെ തന്നെ നേരിട്ട് വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അത് മാറി ഓരോ തരത്തിലുള്ള പഞ്ചായത്ത് സംവിധാനങ്ങളുടെ അധികാരത്തിന്റെ പരിധിയിൽ ഈ സ്ഥാപനങ്ങൾ വരുന്ന സ്ഥിതിയാണ്. സ്ഥാപനങ്ങൾ വിട്ടുകൊടുത്തു. അങ്ങനെയാണ് ആശുപത്രി സംവിധാനം നമ്മുടെ പഞ്ചായത്തിന്റെ അതിന്റെ അധീനതയും കീഴിലും വരുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃഷിഭവൻ ഉൾപ്പെടെ അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. വിദ്യാലയങ്ങളിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതിയും സാമൂഹ്യ ക്ഷേമവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ അങ്ങനെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിന് മുഖേന ചെലവഴിച്ചിരുന്ന ഫണ്ടുകൾ ബന്ധപ്പെട്ട സംവിധാനത്തിന്റെ ഭാഗമായി, അധികാര കേന്ദ്രത്തിന്റെ ഭാഗമായി ഇത്ര ശതമാനം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി കൊടുക്കുന്ന ആൾക്കാരുണ്ടായി. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.